എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ PSC ചോദിച്ച അല്ലെങ്കിൽ ഈ ഒരു 2025, 24, 25, 26 കാലഘട്ടങ്ങളിൽ PSC മത്സര പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന കെമിസ്ട്രി ചോദ്യങ്ങളാണ്. അതായത് 100-ലധികം കെമിസ്ട്രി ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സുമായി വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 10-26 പരീക്ഷയിലെ കെമിസ്ട്രി ചോദ്യങ്ങളുണ്ട്. സോ ആ ചോദ്യങ്ങളും അതിനോടൊപ്പം അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും പറഞ്ഞു പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ ക്ലാസ് കാണുന്ന നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, ഇതിൽ നിന്ന് ഇനി വരാൻ പോകുന്ന പല പരീക്ഷകൾക്കും നിങ്ങൾക്ക് ചോദ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും SCERT-യിൽ നിന്നും NCERT-യിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ +2 ലെവൽ നോക്കുന്നവർക്ക്, LGS നോക്കുന്നവർക്ക്, ഡിഗ്രി ലെവൽ നോക്കുന്നവർക്ക്, LDC, ഇവർക്കെല്ലാം ഈ ക്ലാസ് കാണാം. LPUP നോക്കുന്നവർക്ക് എല്ലാം, LPUP എക്സാം ഒക്കെ എഴുതുന്നവർക്ക് ഈ ക്ലാസ് വളരെ യൂസ്ഫുൾ ആണ്. സോ സമയം കളയാനില്ല, നമുക്ക് നേരെ കണ്ടന്റിലേക്ക് പോകാം. ഒട്ടും സമയം കളയുന്നില്ല, നേരെ ചോദ്യത്തിലേക്ക് പോവാം. ഡയമണ്ട്, ഗ്രാഫൈറ്റ് അല്ലെ, ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിന്റെ ഡാഷ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ എന്നിവ കാർബൺ എന്ന് പറയുന്ന മൂലകത്തിന്റെ രൂപാന്തരങ്ങളാണ്, അഥവാ അലോട്രോപ്പുകളാണെന്ന് പറയാം. മറക്കല്ലേ, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രഫീൻ അല്ലേ. അപ്പൊ ഈ കാർബണിന്റെ രൂപാന്തരങ്ങളെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ മറന്നുപോകരുത്. ക്രിസ്റ്റലീൻ അലോട്രോപ്പുകൾ എന്നും അമോർഫസ് രൂപാന്തരങ്ങൾ അലോട്രോപ്പുകൾ എന്നും. അപ്പൊ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ്, അമോർഫസ് അലോട്രോപ്സ്, ക്രിസ്റ്റലൈൻ രൂപാന്തരങ്ങൾ, അമോർഫസ് രൂപാന്തരങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതിൽ തന്നെ ക്രിസ്റ്റലൈൻ രൂപാന്തരങ്ങൾക്ക് ഉദാഹരണമാണ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രഫീൻ. മറക്കല്ലേ, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രഫീൻ എന്നിവ ക്രിസ്റ്റലൈൻ രൂപാന്തരങ്ങൾക്ക് ഉദാഹരണമാണ്. അതിൽ തന്നെ ഡയമണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക, കാർബണിന്റെ അലോട്രോപ്പുകളിൽ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരത്വമാണ് ഏതെന്ന് പറയുന്നത്, ഡയമണ്ട് എന്ന് പറയുന്നത്. ഡയമണ്ട് ഒരു വൈദ്യുത ചാലകത സ്വഭാവമില്ലാത്തവനാണ്, വൈദ്യുതിയെ കടത്തിവിടാത്തവനാണ് ഡയമണ്ട്. ഇനി കാർബണിന്റെ ക്രിസ്റ്റലീൻ രൂപാന്തരങ്ങളിൽ ഏറ്റവും മൃദുവായിട്ടുള്ള രൂപാന്തരമാണ് ഏത്? ഗ്രാഫൈറ്റ്. മറക്കല്ലേ, ഗ്രാഫൈറ്റ്. കാർബണിന്റെ ഏറ്റവും മൃദുവായിട്ടുള്ള രൂപാന്തരത്വമാണ് ഏത്? ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫൈറ്റ് വൈദ്യുത ചാലകത സ്വഭാവമുള്ളവനാണ്. ഗ്രാഫൈറ്റ് വൈദ്യുത ചാലകമാണ്. വൈദ്യുത ചാലകതയുള്ള കാർബണിന്റെ ഒരു രൂപാന്തരത്വമാണ് ഏത്? ഗ്രാഫൈറ്റ്. ഇനി ഗ്രാഫൈറ്റ് ആണ് ഖരരൂപത്തിലുള്ള സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ഖരരൂപത്തിലുള്ള സ്നേഹകമായിട്ട്, സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരത്വമാണ് ഏത്? ഗ്രാഫൈറ്റ്. ഡ്രൈ സെല്ലില് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നു. മറക്കരുത്, ഡ്രൈ സെല്ലില് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരത്വമാണ് ഏത്? ഗ്രാഫൈറ്റ്. പെൻസിലിന്റെ ലെഡ് നിർമ്മിക്കാൻ, പ്രിയപ്പെട്ടവരെ, പെൻസിലിന്റെ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രൂപാന്തരത്വമാണ് ഏത്? യെസ്, ഗ്രാഫൈറ്റ്. അപ്പം കാർബണിന്റെ ഏറ്റവും മൃദുവായിട്ടുള്ള രൂപാന്തരത്വം, അതേപോലെ വൈദ്യുത ചാലകതയുള്ള രൂപാന്തരത്വം, പെൻസിലിന്റെ ലെഡ് നിർമ്മിക്കുന്ന കാർബണിന്റെ രൂപാന്തരത്വം, ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരത്വം, അതേപോലെ തന്നെ ഖരാവസ്ഥയിലുള്ള സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്ന രൂപാന്തരത്വം. ഇതൊക്കെ ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. എന്നാൽ ഗ്ലാസ് മുറിക്കുവാൻ ഉപയോഗിക്കുന്ന രൂപാന്തരത്വമെന്നോ, അല്ലെങ്കിൽ കാർബണിന്റെ ഏറ്റവും കാഠിന്യമേറിയ രൂപാന്തരത്വം എന്നൊക്കെ ചോദിച്ചാൽ അത് ഡയമണ്ട്, വജ്രമാണെന്ന് മറന്നു പോകരുത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ ഫാക്ട്? ഇനി ഇവിടെ കുറെ ഉണ്ട്. ഐസോമറുകള്, ഐസോടോപ്പുകള്, ഐസോബാറുകള്. വേണമെങ്കിൽ ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിക്കണേ, ഒരേ അറ്റോമിക നമ്പർ വരുന്ന മൂലക ആറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. മറക്കരുത്, ഒരേ അറ്റോമിക, ഇതൊരു റിവിഷനായിട്ട് എടുക്കണേ, ടോപ്പിക്കിന്റെ ക്ലാസ് അല്ല. ഇതിന്റെയൊക്കെ ടോപ്പിക് ക്ലാസ് നമ്മൾ ആപ്പിൽ എടുക്കുന്നുണ്ട്. ഇത് റിവിഷനാണ്. ഒരേ അറ്റോമിക നമ്പർ വരുന്ന മൂലക ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പുകൾ. ഹൈഡ്രജന് പ്രധാനമായിട്ടും എത്ര ഐസോടോപ്പ് ഉണ്ട്? കറക്റ്റ്, ഹൈഡ്രജന് പ്രധാനമായിട്ടും 3 ഐസോടോപ്പുകളാണുള്ളത്. മറക്കല്ലേ, ഏതൊക്കെയാണ് ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകൾ?
ഹൈഡ്രജൻ ആകെ 3 ഐസോടോപ്പുകളാണുള്ളത്. ഏതൊക്കെയാണ് ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകൾ? ഒന്ന് അതാ പിടിച്ചോ, പ്രോട്ടിയം. ഒന്നാമത്തതാണ് പ്രോട്ടിയം എന്ന് നമ്മൾ പറയും. പ്രിയപ്പെട്ടവരെ മനസ്സിൽ വന്നു, പ്രോട്ടിയത്തിന്റെ പ്രതീകം H11. പ്രോട്ടിയത്തിന്റെ പ്രതീകം H11. രണ്ടാമത്തതാണ് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം ഡ്യൂട്ടീരിയത്തിന്റെ പ്രതീകമാണ് H12. H12. മൂന്നാമത്തതാണ് ട്രിഷിയം. മൂന്നാമത്തതാണ് ട്രിഷിയം. അതെങ്ങനെ എഴുതുന്നത്? H13. സോ ഹൈഡ്രജന് പ്രധാനമായും 3 ഐസോടോപ്പുകളാണുള്ളത്. അതിൽ ഒന്നാമത്തത് പ്രോട്ടിയമാണ്, രണ്ടാമത്തത് ഡ്യൂട്ടീരിയമാണ്, മൂന്നാമത്തത് ട്രിഷിയമാണ്. പ്രോട്ടിയം എങ്ങനെ? H11. ഡ്യൂട്ടീരിയം എങ്ങനെ? H12. ട്രിഷിയം എങ്ങനെ? H13. മറക്കല്ലേ, അവിടെ തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു ഫാക്റ്റ് ഉണ്ട്. സാധാരണ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ഏത്? പ്രോട്ടിയം. സാധാരണ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. ഇനി ന്യൂട്രോൺ ഇല്ലാത്ത ഐസോടോപ്പ് ഏതെന്ന് ചോദിച്ചാലും അത് പ്രോട്ടിയമാണ്. അപ്പൊ സാധാരണ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന പ്രോട്ടിയമാണ്. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏത് എന്ന് ചോദിച്ചാലും പ്രോട്ടിയമാണ്. ഖനജലം, ഹെവി വാട്ടർ. മനസ്സിൽ ഉത്തരം വന്നില്ലേ? ഖനജലം. റിവിഷൻ ചെയ്. ഏതാ ഖനജലത്തിന്റെ കെമിക്കൽ ഫോർമുല? D2O, ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഖനജലം എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്. ഹെവി വാട്ടർ എന്ന് പറയും. ഹെവി വാട്ടർ, ഡ്യൂട്ടീരിയം ഓക്സൈഡ്. മിടുക്കരായിട്ട് പറഞ്ഞേ. എങ്കിൽ സൂപ്പർ ഹെവി വാട്ടർ ഏതാ? പറ. സൂപ്പർ ഹെവി വാട്ടർ ഏതാ? അത് ട്രിഷിയം ഓക്സൈഡ് ആണ്. സൂപ്പർ ഹെവി വാട്ടർ ട്രിഷിയം ഓക്സൈഡ് ആണ്. പ്രിയപ്പെട്ടവരെ, ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ് ട്രിഷിയം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ് ട്രിഷിയം. അപ്പൊ ഹൈഡ്രജന്റെ 3 ഐസോടോപ്പ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. പ്രോട്ടിയം എഴുതുന്നത് H11, ഡ്യൂട്ടീരിയം എഴുതുന്നത് H12, ട്രിഷിയം എഴുതുന്നത് കൂടെ പറ H13. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് പ്രോട്ടിയം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ട്രിഷിയം. സാധാരണ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് പ്രോട്ടിയം. ഹെവി വാട്ടർ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീരിയം ഓക്സൈഡ്. സൂപ്പർ ഹെവി വാട്ടർ എന്ന് പറഞ്ഞാൽ ട്രിഷിയം ഓക്സൈഡ്. ഇനിയുമുണ്ട് കേട്ടോ. ക്യാൻസർ ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് കോബാൾട്ട് 60. കേട്ടോ, ക്യാൻസർ ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് കോബാൾട്ട് 60. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് അയോഡിൻ. അയോഡിൻ 131. മറക്കല്ലേ, ക്യാൻസർ ചികിത്സാ രംഗത്ത് കോബാൾട്ട് 60, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം അയോഡിൻ 131. ഇനിയുമുണ്ട് അനീമിയ നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അയൺ 59. ഇരുമ്പ്. അയൺ 59, അയണിന്റെ ഐസോടോപ്പായ 59 ആണ് അനീമിയ നിർണ്ണയിക്കൽ ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന ഐസോടോപ്പ്. വ്യാവസായിക ശാലകളിലെ പൈപ്പുകളിലെ ചോർച്ച കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് സോഡിയം 24. മറക്കല്ലേ, വ്യാവസായിക ശാലകളിലെ പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്നതാണ് സോഡിയം 24. ഇനി അതേപോലെ വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് കാർബൺ 14 ഐസോടോപ്പ്. നമ്മൾ അതിനെ കാർബൺ ഡേറ്റിംഗ് എന്നൊക്കെ പറയും അല്ലെ. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് കാർബൺ 14. ആ പ്രവർത്തനത്തെ കാർബൺ ഡേറ്റിംഗ് എന്ന് വിളിക്കും. അതേപോലെ ആപേക്ഷിക അറ്റോമിക മാസ് കണ്ടെത്തുന്നതിനുള്ള ഐസോടോപ്പാണ് കാർബൺ 12 ഐസോടോപ്പ്. ആപേക്ഷിക അറ്റോമിക മാസ് കണ്ടെത്തുന്നതിനുള്ള ഐസോടോപ്പ് ഏതാണ്? കാർബൺ 12 ഐസോടോപ്പ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിന്റെ ഐസോടോപ്പാണ് കാർബൺ 12. മറന്നുപോലെ കാർബൺ 12. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ഏകദേശം ഞാൻ ഒരു 6-7 ഐസോടോപ്പുകൾ പറഞ്ഞു. ഐസോടോപ്പ് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഐസോടോപ്പ് കണ്ടെത്തിയത് ഫ്രെഡറിക് സോഡിയാണ്. മറക്കല്ലേ,
ഐസോടോപ്പ് കണ്ടെത്തിയത്? ഫ്രെഡറിക് സോഡിയാണ് ഐസോടോപ്പ് കണ്ടെത്തിയത്. ഫാക്ട് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ ത്രിബേസിക അമ്ലം അല്ലാത്തതേത്? പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ബേസികത ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നോക്കണേ, HCl എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്താൽ H+ഉം Cl- ആയിട്ട് മാറും. ഈ HCl ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം Cl- ആയിട്ട് മാറും. നിങ്ങൾ പറ, ഇവിടെ എത്ര H+ ആണ് സ്വതന്ത്രമായത്? യെസ്, ഒരു H+ ആണ് ഇവിടെ സ്വതന്ത്രമായത്. അപ്പൊ ഒരു H+നെ സ്വതന്ത്രമാക്കുന്ന അയോണുകളെ നമ്മൾ ഏകബേസിക ആസിഡ് എന്നാണ് പറയുന്നത്. എന്നാൽ സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾ നോക്ക്, H2SO4. നിങ്ങൾ നോക്കിയേ പ്രിയപ്പെട്ടവരെ, H2SO4 നിങ്ങൾ തന്നെ പറ, ഹൈഡ്രജന്റെ താഴെ ഞാൻ എത്രയാണ് എഴുതിയിരിക്കുന്നത്? കറക്റ്റ്, ഹൈഡ്രജന്റെ താഴെ 2 എഴുതിയിരിക്കുന്നത്. അപ്പൊ ഹൈഡ്രജന്റെ താഴെ 2 എഴുതിയുണ്ട്. നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും അതിൽ 2 ഹൈഡ്രജൻ അയോണുകളാണുള്ളത്. ശരിയല്ലേ? അപ്പൊ H2SO4 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 2 H+ അയോൺ ഉണ്ട്. സോ ഇവൻ എത്ര H+ അയോണിനെയാണ് സ്വതന്ത്രമാക്കുന്നത്? 2 H+ അയോണിനെയാണ് സ്വതന്ത്രമാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇവൻ ദ്വിബേസിക ആസിഡ് ആണ്. എന്താണ് പേര്? ദ്വിബേസിക ആസിഡ് എന്നാണ്. മറന്നുപോകത്തില്ലല്ലോ. അപ്പൊ അത്രയും ഫാക്ട് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നേ. അപ്പൊ എന്താണ് ബേസികത എന്ന് മനസ്സിലായി. ഒരാസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് ഡൊണേറ്റ് ചെയ്യുന്ന, വിഘടിച്ച് സ്വതന്ത്രമാക്കുന്ന H+ അയോണുകളുടെ എണ്ണത്തിനനുസരിച്ച് ആസിഡുകളെ ഏകബേസിക ആസിഡ്, ദ്വിബേസിക ആസിഡ്, ത്രിബേസിക ആസിഡ് എന്ന് പറയാം. ഇനി അടുത്ത് നോക്കണേ, H3PO4 അതാണ് ഫോസ്ഫോറിക് ആസിഡ്. H3PO4 ഇത് ഡിസോസിയേറ്റ് ചെയ്താൽ നിങ്ങൾ നോക്ക്, എത്ര H+ ആ ഉണ്ടാകുന്നത്? 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പം 3 H+ ഉണ്ടാകുന്നുണ്ട്. സോ H3PO4 ത്രിബേസിക് ആസിഡ് ആണ്. നിങ്ങൾ ആ ഹൈഡ്രജൻ എണ്ണം നോക്കിയാൽ മതി. കെമിക്കൽ ഫോർമുലയിലെ ഹൈഡ്രജൻ എണ്ണം നോക്കിയാൽ മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇത്തരം ചോദ്യം എഴുതണമെങ്കിൽ ഇവരുടെയൊക്കെ രാസസൂത്രം അറിയണം. ഇത് നമ്മൾ ആസിഡ് ബേസ് ലവണങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക് ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഓരോരുത്തരുടെയും കെമിക്കൽ ഫോർമുല ആദ്യം എഴുതാം. ഓക്സാലിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുലയാണ് H2C2O4. H2C2O4 മറക്കല്ലേ, H2C2O4 ഇതാണ് ഓക്സാലിക് ആസിഡ്. അടുത്ത സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് എഴുതാം H2SO4 ഇതാണ് സൾഫ്യൂരിക് ആസിഡിന്റെ. അടുത്ത ഫോസ്ഫോറിക് ആസിഡിന്റെ എഴുതാം H3PO4 ഇതാണ് ഫോസ്ഫോറിക് ആസിഡിന്റെ. അടുത്ത കാർബോണിക് ആസിഡിന്റെ എഴുതാം കാർബോണിക് ആസിഡ് H2CO3 ഇതാണ് കാർബോണിക് ആസിഡിന്റെ. നമുക്ക് നോക്കാം ഓരോന്നിലെയും ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണം. ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ, ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ ഇവൻ 2 H+നെ സ്വതന്ത്രമാക്കത്തുള്ളൂ, ഇവനും 2 H+നെ സ്വതന്ത്രമാക്കത്തുള്ളൂ. ഇവിടെയും 2 ഹൈഡ്രജനേ ഉള്ളൂ, അപ്പോൾ അവനും 2 H+നെ സ്വതന്ത്രമാക്കത്തുള്ളൂ. 2 H+നെ സ്വതന്ത്രമാക്കുവാണെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്ന പേര് ദ്വിബേസിക ആസിഡ് എന്ന. എന്നാൽ നിങ്ങൾ എല്ലാവരും ഫോസ്ഫോറിക് ആസിഡിലേക്ക് നോക്ക്. ഫോസ്ഫോറിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എന്താ? H3PO4 എന്ന. ശരിയല്ലേ? അപ്പോൾ അവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3. അപ്പോൾ അവൻ എത്ര H+നെ ഡൊണേറ്റ് ചെയ്യും? 3 H+നെ ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവനെ എന്ത് ആസിഡ് എന്ന് വിളിക്കാം? ത്രിബേസിക അമ്ലം, അല്ലെങ്കിൽ ത്രിബേസിക് ആസിഡ്, ട്രൈബേസിക് ആസിഡ് എന്ന് വിളിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇവരുടെയൊക്കെ രാസസൂത്രം അറിയണം. അല്ലാത്തവർക്ക് ഇത് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അതായത് റെക്കോർഡ് ക്ലാസ് കണ്ടുപിടിച്ചവരോ SCERT പഠിച്ചവർക്കോ ഇതിന്റെ ഉത്തരം എഴുതി കഴിഞ്ഞാണ്. ശരിയല്ലേ? അപ്പൊ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടു കൂടി ആൻസർ ഞാൻ പറയാം. അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ 1 അല്ല, 2 അല്ല, 4 അല്ല,
ഒന്നും രണ്ടും അല്ല. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ഊഷ്മാവിലും, നല്ലൊരു ചോദ്യം, സ്റ്റാൻഡേർഡ് ഊഷ്മാവിൽ അതായത് എസ് ടി പിയിൽ 67.2 ലിറ്റർ വ്യാപ്തമുള്ള അമോണിയ വാതകത്തിലെ മോളിൻ്റെ എണ്ണമല്ല തന്മാത്രകളുടെ എണ്ണം എത്രയാണെന്ന്. എസ് ടി പിയിൽ 67.2 ലിറ്റർ വ്യാപ്തമുള്ള അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം എത്രയാണെന്നാണ് ചോദ്യം. തന്മാത്രയുടെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ അതിനു മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. കേൾക്കണേ. ഇതൊക്കെ നമ്മൾ വാതക നിയമങ്ങൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഇതേ ക്വസ്റ്റ്യൻ വാല്യൂ പോലും മാറാതെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച. അതുകൊണ്ട് ഇത് ക്വസ്റ്റ്യൻ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാം. ടോപ്പിക്കിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് അവിടെ കയറി കാണാം. ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ കണികകളുടെ എണ്ണം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് മോൾ. മനസ്സിലായോ? ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന കണികകളുടെ എണ്ണം എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് മോള്. ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 6.022 ഇൻറ്റു 10⁻23 തന്മാത്രകളുണ്ട്. കണ്ടല്ലോ, ഒരു മോൾ എന്ന് വെച്ചാൽ ഏകദേശം 6.022 ഇൻറ്റു 10⁻23 തന്മാത്ര ഉണ്ട്. നമ്മൾ ഈ 6.022 ഇൻറ്റു 10⁻23 നമ്മൾ എന്താ വിളിക്കുന്നത്? അവോഗാഡ്രോ നമ്പർ എന്നാണ് വിളിക്കുന്നത്. കറക്റ്റ്. 6.022 ഇൻറ്റു 10⁻23 എന്ന സംഖ്യയെ വിളിക്കുന്ന പേരാണ് അവോഗാഡ്രോ നമ്പർ. അപ്പോൾ ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും തന്മാത്ര ഉണ്ട്. നമ്മളോട് ക്വസ്റ്റ്യൻ ഇട്ടാൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ക്വസ്റ്റ്യൻ ഇട്ടാൾ പറയുക 67.2 ലിറ്റർ അമോണിയയിൽ എത്ര തന്മാത്രകളുണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം ഈ 67.2 ലിറ്റർ എത്ര മോളാണെന്ന് കണ്ടുപിടിക്കണം. 67.2 ലിറ്റർ എത്ര മോളാണെന്ന് കണ്ടുപിടിക്കണം. പറഞ്ഞു തരാം. എസ് ടി പിയിലെ വ്യാപ്തം, പ്രിയപ്പെട്ടവരെ, ഇതാണ്ട് ഇതേപോലെ എസ് ടി പിയിലെ വ്യാപ്തം തന്നിട്ട് തന്മാത്രകളുടെ എണ്ണമോ മോളിൻ്റെ എണ്ണമോ കാണാൻ ചോദിച്ചാൽ, എസ് ടി പിയിലെ വ്യാപ്തം തന്നിട്ട് തന്മാത്രകളുടെ എണ്ണമോ മോളിൻ്റെ എണ്ണമോ കാണാൻ ചോദിച്ചാൽ നേരെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. നമ്പർ ഓഫ് മോൾസ്, മോളിൻ്റെ എണ്ണം സമം ചോദ്യത്തിൽ തന്നിരിക്കുന്ന വ്യാപ്തം, ചോദ്യത്തിൽ തന്നിരിക്കുന്ന എസ് ടി പിയിലുള്ള വ്യാപ്തം, അതാണ് വോളിയം അറ്റ് എസ് ടി പി, ഡിവൈഡഡ് ബൈ മോളാർ വോളിയം. ക്ലാസ്സിൽ പഠിപ്പിച്ച എത്ര മോളാർ വോളിയം? 22.4 ലിറ്റർ. മനസ്സിലായോ? അപ്പം ഇതേപോലെ എസ് ടി പിയിലെ വ്യാപ്തം തന്നിട്ട് മോളിൻ്റെ എണ്ണമോ തന്മാത്രകളുടെ എണ്ണമോ കാണാൻ ചോദിച്ചാൽ ചോദ്യത്തിൽ തന്നിരിക്കുന്ന വ്യാപ്തത്തെ മോളാർ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ചോദ്യത്തിൽ തന്നിരിക്കുന്ന വ്യാപ്തം എഴുതുവാണേ. ചോദ്യത്തിൽ തന്നിരിക്കുന്ന വ്യാപ്തം 67.2 ഡിവൈഡഡ് ബൈ മോളാർ വ്യാപ്തമായ 22.4 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മോളിൻ്റെ എണ്ണം അവിടെ കിട്ടി 3 മോള്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു മോളെന്ന് വെച്ചാൽ ഇത്രയും തന്മാത്രകളുണ്ട്. ശരിയല്ലേ? ഒരു മോളെന്ന് വെച്ചാൽ അത്രയും തന്മാത്രകളുണ്ട്. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര മോളിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്? 67.2 ലിറ്റർ തന്മാത്രയുടെ എണ്ണമല്ലേ ചോദിച്ചിരിക്കുന്നത്. 67.2 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മോളാ? 3 മോളാ. അപ്പോൾ ഒരു മോളിൽ അത്രയാണെങ്കിൽ 3 മോളിന് ആൻസർ എങ്ങനെ എഴുതാം നമുക്ക്? 3 × 6.022 ഇൻറ്റു 10⁻23. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് രണ്ടുകൂടെ ഗുണിക്കാം. ഇത് രണ്ടുകൂടെ ഗുണിക്കുമ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടും 18.066 ഇൻറ്റു 10⁻23. ഇതാണ് ആൻസർ. അപ്പോൾ ഒരു മോളിൽ അവഗാഡ്രോ നമ്പർ തന്മാത്ര 6.0 ഇതാ കിടക്കുന്നത്. ഒരു മോളിൽ ഇത്രയും തന്മാത്ര ഉണ്ട്. 67.2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 3 മോളാണ്. അപ്പോൾ അതിൽ എത്ര തന്മാത്ര വേണം? 3 ഇൻറ്റു ആ 6.022 ഇൻറ്റു 10⁻23. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇത് എളുപ്പമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരുവാണേ. 44.8 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്, ഇതിലെ മോളിൻ്റെ എണ്ണം ആദ്യം കണ്ടുപിടിക്കണം. മോള്
പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് തന്മാത്രകളുടെ എണ്ണമാണ്. എത്ര പേര് കണ്ടുപിടിക്കണവരെ? 44.8 ലിറ്റർ. അപ്പോൾ ആ ചോദ്യം സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അമ്ലമഴയുടെ pH മൂല്യം എത്രയാണെന്നാണ് ചോദ്യം. അമ്ലമഴ, ആസിഡ് റെയിൻ. അതിന് പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ആസിഡ് റെയിൻ അഥവാ അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് ആരൊക്കെയാ? SO2, സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഇവയൊക്കെയാണ് അമ്ലമഴയ്ക്ക് കാരണം. അപ്പൊ അമ്ലമഴയുടെ ആസിഡ് ആണ്. ആസിഡ് ആകുമ്പോൾ pHന്റെ വാല്യൂ ആസിഡ് ആണ്. അപ്പോൾ pHന്റെ വാല്യൂ 7നേക്കാൾ കുറവാണ്. അപ്പം ആസിഡ് ആണ്, 7നേക്കാൾ കുറവായിരിക്കും. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 4നും 5നും ഇടയിലാണ്. 4നും 5നും ഇടയിലാണ്. ഒരു കാര്യം പറഞ്ഞോടെ, ഞാൻ നേരത്തെ കാർബൺ ഡൈ ഓക്സൈഡ് എന്നാ പറഞ്ഞെന്ന് തോന്നുന്നു. സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡും കേട്ടോ. സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡുമാണ് അമ്ലമഴ അഥവാ ആസിഡ് റെയിന് കാരണം. കേട്ടല്ലോ. ഇനി അമ്ലമഴയുടെ pH ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 4നും 5നും ഇടയിൽ. അപ്പൊ ആ ക്വസ്റ്റ്യൻ സെറ്റാണ്. അപ്പൊ അമ്ലമഴയ്ക്ക് കാരണമായ വാതകങ്ങളും പഠിച്ച്, സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡും. അടുത്ത ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയിലെ 1ാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ അംഗമാണ് ലിഥിയം. 1ാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താണ്? ആൽക്കലി ലോഹങ്ങൾ എന്ന. 1ാമത്തെ ഗ്രൂപ്പിന്റെ പേര് കൂടെ പറ, ആൽക്കലി ലോഹങ്ങൾ. 2ാമത്തെ ഗ്രൂപ്പിന്റെ പേര് പറ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിന്റെ പേര് പറ, സംക്രമണ മൂലകങ്ങൾ. അപ്പോൾ 1 ആൽക്കലി ലോഹങ്ങൾ, 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, 3 മുതൽ 12 വരെയുള്ളവർ സംക്രമണ മൂലകങ്ങൾ. 13 പഠിപ്പിച്ചതാ ബോറോൺ കുടുംബം. 13 ബോറോൺ കുടുംബം. 14 കാർബൺ കുടുംബം. 15 നൈട്രജൻ കുടുംബം. 16 ഓക്സിജൻ കുടുംബം. 13 ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം. ഈ ഓക്സിജൻ കുടുംബത്തിന്റെ മറ്റൊരു പേരാണ് ചാൽക്കോജനുകൾ. ഇത് പഠിക്കാനുള്ള എളുപ്പവഴിയാണ്. 13 മുതൽ 16 വരെയുള്ള ഗ്രൂപ്പിന്റെ പേര് പഠിക്കാനുള്ള എളുപ്പവഴിയാണ് ബിസീനോ. 13 മുതൽ 16 വരെയുള്ള ഗ്രൂപ്പിന്റെ പേര് പഠിക്കാൻ എളുപ്പവഴിയാണ് ബിസീനോ. 13ാമത്തെ ഗ്രൂപ്പിന്റെ പേര് ബോറോൺ ഫാമിലി. 14ാമത്തെ ഗ്രൂപ്പിന്റെ പേര് കാർബൺ ഫാമിലി. 15ാമത്തെ ഗ്രൂപ്പിന്റെ പേര് നൈട്രജൻ ഫാമിലി. 16ാമത്തെ ഗ്രൂപ്പിന്റെ പേര് ഓക്സിജൻ ഫാമിലി. ഈ ഓക്സിജൻ ഫാമിലി എന്ന് പറയുന്ന ഗ്രൂപ്പിന് മറ്റൊരു പേരുണ്ട്, അതാണ് ചാൽക്കോജനുകൾ. 17ാം ഗ്രൂപ്പിന്റെ പേരാണ് ഹാലജനുകൾ. 18 അലസവാതകങ്ങൾ. അപ്പൊ ലിഥിയം എന്ന മൂലകം മഗ്നീഷ്യം എന്ന മൂലകവുമായിട്ട് ശരിയായത് കണ്ടുപിടിക്കാനാണേ. 1ാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ അംഗമാണ് ലിഥിയം. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലിഥിയം എന്ന മൂലകം മഗ്നീഷ്യം എന്ന മൂലകവുമായിട്ട് വികർണ ബന്ധം കാണിക്കുന്നു. നമ്മൾ പഠിപ്പിച്ചതല്ലേ മൂലകങ്ങളുടെ വർഗീകരണം എന്ന് പറയുന്ന ക്ലാസ്സിൽ ഞാൻ തന്നെ നിങ്ങളെ പഠിപ്പിച്ചതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് അഥവാ വികർണ ബന്ധം. എന്താ? ഒരു ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകം തൊട്ടടുത്ത ഗ്രൂപ്പിലുള്ള രണ്ടാമത്തെ മൂലകവുമായിട്ട്, ഒരു ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകം തൊട്ടടുത്ത ഗ്രൂപ്പിലുള്ള രണ്ടാമത്തെ മൂലകവുമായിട്ട് സ്വഭാവത്തിൽ സാദൃശ്യം കാണിക്കുന്നു. മറന്നുപോവോ? ഒരു ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകം തൊട്ടടുത്ത ഗ്രൂപ്പിലെ രണ്ടാമത്തെ മൂലകവുമായിട്ട് സാദൃശ്യം കാണിക്കുന്നു. 1ാമത്തെ ഗ്രൂപ്പില് ഇവിടെ വരച്ച് കാണിക്കാം, കേക്കണേ. ഇപ്പൊ 1ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ആദ്യമുള്ളത് ലിഥിയം കഴിഞ്ഞാൽ അടുത്ത സോഡിയം, ഇത് ഫസ്റ്റ് ഗ്രൂപ്പാണേ. അത് കഴിഞ്ഞാൽ പൊട്ടാസ്യം, അത് കഴിഞ്ഞാൽ റുബീഡിയം, അത് കഴിഞ്ഞാൽ സീഷ്യം, അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രാൻസിയം. കേക്ക്. അതേപോലെ 2ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ് ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകമാണ് ലിഥിയം. തൊട്ടടുത്ത ഗ്രൂപ്പിലെ രണ്ടാമത്തെ മൂലകമാണ് മഗ്നീഷ്യം. ഇവർ തമ്മിൽ സ്വഭാവത്തിൽ സാദൃശ്യം കാണിക്കുന്നു. ഈ ഒരു പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. അപ്പൊ ലിഥിയവും മഗ്നീഷ്യവും എന്ന മൂലകവുമായിട്ട് വികർണന ബന്ധം കാണിക്കുന്നു. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2, ലിഥിയം സഹസംയോജക സംയുക്തങ്ങൾ രൂപീകരിക്കുന്നു. അതും നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച.
ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളിൽ ലിഥിയം ഒഴിച്ച് ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളിൽ ലിഥിയം എന്ന് പറയുന്നവനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അയോണിക സംയുക്തങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ലിഥിയം മാത്രം സഹസംയോജക സംയുക്തങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിലെ ലിഥിയവും ബെറിലിയവും, ഒന്നാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകമാണ് ലിഥിയം, രണ്ടാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകമാണ് ബെറിലിയം. അപ്പൊ ഇവർ രണ്ടുപേരും ഒഴിച്ച് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലെ മൂലകങ്ങൾ അയോണിക സംയുക്തമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ലിഥിയവും ബെറിലിയവും ഏത് സംയുക്തമായിരിക്കും? സഹസംയോജക സംയുക്തമാണ്. ലിഥിയവും മഗ്നീഷ്യവും സഹസംയോജക ബെറിലിയവും. അപ്പൊ ലിഥിയം സഹസംയോജക സംയുക്തങ്ങൾ രൂപീകരിക്കുന്നു. ശരിയാ. ലിഥിയത്തിനാണ് ഉയർന്ന അയോണീകരണ ഊർജമുണ്ട്. കറക്റ്റ് അല്ല. ലിഥിയത്തിനല്ല ഉയർന്ന അയോണീകരണ ഊർജം. കേട്ടല്ലോ, ഒരു ഗ്രൂപ്പിൽ ഇടന്ന് വലത്തോട്ട് പോകുന്തോറും അയോണീകരണ ഊർജം കൂടുക. അപ്പൊ ഏറ്റവും കുറവാണ് ലിഥിയത്തിന്. ലിഥിയത്തിന് ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട്, അത് ശരിയാ. കടൽ ലിഥിയത്തിന് ഉയർന്ന ഇലക്ട്രോൺ ഋണത എന്നോ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നോ വൈദ്യുത ഋണത എന്നൊക്കെ പറയാം. അപ്പൊ ലിഥിയത്തിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. ലിഥിയം സഹസംയോജക സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ലിഥിയത്തിന് അയോണീകരണ ഊർജ്ജം വളരെ കുറവാണ്. ലിഥിയം എന്ന മൂലകം മഗ്നീഷ്യവുമായിട്ട് വികർണന ബന്ധം ഉണ്ടാക്കുന്നു. അപ്പൊ ഇത് ശരിയായത് 1 ശരിയാ, 3 ശരിയാ, 4 ശരിയാ. 1, 3, 4. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് ഉദ്യോഗാർത്ഥിയുടെ ആണെന്ന് എനിക്കറിയത്തില്ല. 1, 2, 4. 1, 2, 4. അപ്പൊ ഇത് ആരുടെയാന്ന് എനിക്ക് അറിയത്തില്ല. അയാൾ മാർക്ക് ചെയ്ത ഉത്തരം എന്താണ്? ശരിയാണ്. 1, 2, 4. ക്ലിയർ അല്ലേ? ഫാക്ട് 1 ശരിയാ, 2 ശരിയാ, 4 ശരിയാ, 3 മാത്രം തെറ്റാ. ലിഥിയത്തിന് അയോണീകരണ ഊർജ്ജം വളരെ കുറവാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. സ്ഥിര ഊഷ്മാവിൽ എന്നുവെച്ചാൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ഒരു പട്ടികയാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പം നോക്ക്, ടെമ്പറേച്ചർ, താപനില സ്ഥിരമാണ്. ഓക്കെ, മർദ്ദം പിയും തന്നിട്ടുണ്ട്, വ്യാപ്തം വോളിയവും തന്നിട്ടുണ്ട്. ഈ 2 ബന്ധങ്ങൾ തമ്മിലുള്ള പട്ടികയാണ് തന്നിരിക്കുന്നത്. ഈ പട്ടികയുമായി ബന്ധപ്പെട്ട വാതക നിയമം അല്ലെങ്കിൽ ഈ പട്ടിക ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും തമ്മിൽ വിപരീത അനുപാതത്തിലാണ്. മറക്കല്ലേ, വിപരീത അനുപാതത്തിലാണ് എന്ന് പറയുന്ന വാതക നിയമമാണ് ബോയിൽസ് നിയമം. അപ്പൊ വാതക നിയമങ്ങളെന്ന് അറിഞ്ഞിരിക്കണം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ മർദ്ദവും വ്യാപ്തവും തമ്മിൽ വിപരീത അനുപാതത്തിലാണ് എന്ന് പറയുന്ന വാതക നിയമമാണ് ബോയിൽസ് നിയമം. ഇനി മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ വ്യാപ്തവും താപനിലയും തമ്മിൽ നേരനുപാതത്തിലായിരിക്കും എന്ന് പറയുന്ന വാതക നിയമമാണ് ചാൾസ് നിയമം. കേട്ടോ, ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതി തരാം. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കണേ. താപനില സ്ഥിരമായിരിക്കുമ്പോൾ മർദ്ദവും വ്യാപ്തവും തമ്മിൽ വിപരീത അനുപാതത്തിലാണ് എന്ന് പറയുന്നതാണ് ബോയിൽ നിയമം, ബോയിൽസ് ലോ. ഇനി മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിൽ നേരനുപാതത്തിലാണ് എന്ന് പറയുന്ന നിയമമാണ് ചാൾസ് നിയമം, ചാൾസ് ലോ. ഇനി താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും കണികകളുടെ എണ്ണവും തമ്മിൽ നേരനുപാതത്തിലാണ് എന്ന് പറയുന്ന വാതക നിയമമായിരിക്കും അവോഗാഡ്രോസ് ലോ. ഇനി ഒരു വാതകത്തിന്റെ, ശ്രദ്ധിച്ചു കേൾക്കണേ, ഒരു വാതകത്തിന്റെ വ്യാപ്തം സ്ഥിരമായിരിക്കുമ്പോൾ മർദ്ദവും താപനിലയും തമ്മിൽ നേരനുപാതത്തിലായിരിക്കും എന്ന് പറയുന്നതാണ് ഗേ-ലൂസാക്സ് ലോ. കേട്ടല്ലോ, ഇത്രയും വാതക നിയമം പഠിച്ചോണ്ട് പോകണം. അപ്പൊ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം പറയുന്നത് ബോയിൽസ് നിയമം, വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം പറയുന്നത് ചാൾസ് നിയമം, വ്യാപ്തവും കണികകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം പറയുന്നത് അവോഗാഡ്രോസ് ലോ.
ഇനി മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പറയുന്നത് ഗേ-ലൂസാക്സ് ലോ. ഇവിടെ എന്തൊക്കെയാണ് ടേബിളിൽ തന്നിരിക്കുന്നത്? മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമുള്ള ടേബിളാ. അപ്പൊ അത് ഏത് തന്നെ ആയിരിക്കും? ബോയിൽ നിയമമായിരിക്കും. നമ്മുടെ എൻട്രി ടീച്ചിങ്സ് എക്സാം എന്ന് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യണം. അതിൽ എൻട്രിയുടെ ടീച്ചിങ് ചാനൽ ഇൻസ്റ്റാഗ്രാം ചാനൽ വരും. അതിൽ വീഡിയോ പോലെ ബോയിൽ നിയമം എന്താണ്, ചാൾസ് നിയമം എന്താണ്, ഹെൻറീസ് ലോ എന്താണ്, ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്താണ്, ജെ തോംസന്റെ ആറ്റം മാതൃക എന്താണ്, ഒരു ആനിമേഷൻ വീഡിയോ പോലെ നിങ്ങളെ മനസ്സിലാക്കി തരുന്ന ക്ലാസ് ഉണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് കണ്ടുവെച്ചാൽ പിന്നെ ബോയിൽ നിയമം എന്താണെന്നോ ചാൾസ് നിയമം എന്താണെന്നോ മറന്നു പോകത്തില്ല. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ രാസപ്രവർത്തനത്തിന് ഉദാഹരണം. അപ്പൊ അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ. നമ്മൾ രാസപ്രവർത്തനങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് രാസമാറ്റം എന്നും മറ്റൊന്ന് ഭൗതിക മാറ്റം എന്നും, അല്ലെ? രാസമാറ്റം, ഭൗതിക മാറ്റം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. എന്നാൽ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് രാസമാറ്റം എന്ന് പറയുന്നത്. ഇവിടെ രാസപ്രവർത്തനത്തിന് ഉദാഹരണം ഏതെന്നാ ചോദിച്ചേക്കുന്നത്? രാസമാറ്റത്തിന് ഉദാഹരണമല്ല ചോദിച്ചേക്കുന്നത്. അപ്പൊ മെഴുക് കത്തുന്നത് രാസപ്രവർത്തനമാണ്, ഭക്ഷണം ദഹിക്കുന്നത് രാസപ്രവർത്തനമാണ്, പഴങ്ങൾ പഴുക്കുന്നത് രാസപ്രവർത്തനമാണ്. ഓർക്കണം, ഇവരെയൊന്നും പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാൻ കഴിയുകയില്ല. മെഴുക് ഉരുകുന്നു എന്നതാണെങ്കിൽ അത് ഭൗതിക മാറ്റമാണ്. മെഴുകുരുകുന്നത് ഭൗതിക മാറ്റവും മെഴുക് കത്തുന്നത് രാസമാറ്റമാണ്. ഭക്ഷണം ദഹിക്കുന്നത് അത് രാസമാറ്റമാണ്. പഴങ്ങൾ പഴുക്കുന്നത്, പഴുത്ത പഴത്തെ വീണ്ടും പൂർവ്വസ്ഥയിലോട്ട് മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പഴങ്ങൾ പഴുക്കുന്നത് രാസമാറ്റമാണ്. അപ്പൊ മുകളിൽ പറഞ്ഞവയെല്ലാം രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. സോ ആ മാർക്കും നിങ്ങൾക്ക് പോത്തില്ലെന്ന് വിശ്വസിക്കുന്നു. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വാതകമേത് എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം സിങ്ക് ഒരു ലോഹമാണ്, അല്ലെ? സിങ്ക് ഒരു ലോഹമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, അപ്പോൾ ഒരു ലോഹം ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? പഠിപ്പിച്ചതാ. ഏതാ? ഹൈഡ്രജൻ വാതകം. മറക്കല്ലേ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ നോട്ട് തന്നതാ, ക്ലാസ്സിൽ തന്നിട്ടുള്ള. അപ്പോൾ ഒരു ആസിഡും ഒരു ലോഹവും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം അത് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ വാതകമാണ്. ഇനി അതേപോലെ ഒരു കാർബണേറ്റ്, ഒരു ലോഹത്തിന്റെ പൊട്ടാസ്യം കാർബണേറ്റോ സോഡിയം കാർബണേറ്റോ കാൽസ്യം കാർബണേറ്റോ ഏതെങ്കിലും ഒരു കാർബണേറ്റ് ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ഒരു ലോഹം നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഇനി ഒരു ലോഹത്തിന്റെ കാർബണേറ്റ്, ഏതെങ്കിലും ഒരു ലോഹം, മഗ്നീഷ്യോ കാൽസ്യോ, ഇങ്ങനെ ഏതെങ്കിലും ലോഹത്തിന്റെ കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്, ഇങ്ങനെയുള്ള ലോഹങ്ങളുടെ കാർബണേറ്റുകൾ ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ വാതകമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫാക്ട് പറയട്ടെ. ലോഹങ്ങൾ ഉണ്ടല്ലോ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം എക്സെട്ര. അപ്പൊ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം ഇവയൊക്കെ ലോഹങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അപ്പം ഈ ലോഹങ്ങളൊക്കെ, ഈ ലോഹങ്ങളുടെ ഓക്സൈഡുകൾ, ഇപ്പൊ ഉദാഹരണം കാൽസ്യം എന്ന് പറയുന്ന ലോഹം, അപ്പൊ അവന്റെ ഓക്സൈഡാണ് കാൽസ്യം ഓക്സൈഡ്. മഗ്നീഷ്യം എന്ന് പറയുന്ന ലോഹം, അവന്റെ ഓക്സൈഡാണ് മഗ്നീഷ്യം ഓക്സൈഡ്. ഇങ്ങനെ ലോഹങ്ങളുടെ ഓക്സൈഡുകൾക്ക് അസിഡിക് സ്വഭാവമായിരിക്കും ഉള്ളത്. ലോഹങ്ങളുടെ ഓക്സൈഡുകൾക്ക് ഏത് സ്വഭാവമാണ്? അസിഡിക് സ്വഭാവമാണ്. എങ്കിൽ നിങ്ങൾ തന്നെ പറ, ബേസുകളുടെ സ്വഭാവം, ബേസുകളുടെ ഓക്സൈഡുകൾക്ക് ഏത് സ്വഭാവമായിരിക്കും? തിരിഞ്ഞുപോയി. ലോഹങ്ങളുടെ ഓക്സൈഡുകൾക്ക് ബേസിക സ്വഭാവം. ലോഹങ്ങളുടെ ഓക്സൈഡുകൾക്ക് ഞാൻ എഴുതി വെക്കാം, ലോഹങ്ങളുടെ ഓക്സൈഡുകൾക്ക് ബേസിക സ്വഭാവം, ബേസിക് നേച്ചർ ആയിരിക്കും. എന്നാൽ അലോഹങ്ങളുടെ ഓക്സൈഡുകൾക്ക് അസിഡിക് സ്വഭാവം, അസിഡിക് നേച്ചർ ആയിരിക്കും.
അമ്ല സ്വഭാവമായിരിക്കും. മറക്കല്ലേ, ലോഹങ്ങളുടെ ഓക്സൈഡുകൾക്ക് ബേസിക സ്വഭാവം, അലോഹങ്ങളുടെ ഓക്സൈഡുകൾക്ക് അസിഡിക് സ്വഭാവം. അടുത്ത താഴെ പറയുന്ന ആറ്റത്തിലെ ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം അറിയാം എത്രയാണെന്ന്. സോ അവിടുന്ന് ഒരു പോയിന്റ് കിട്ടി. ന്യൂട്രോണുകൾ കാണപ്പെടുന്ന എവിടെയാ? ന്യൂക്ലിയസിലാണ്. നിങ്ങൾക്കറിയാം ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാൽ അത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. മറക്കല്ലേ, ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. കേട്ടല്ലോ. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാ? അല്ലെങ്കിൽ ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ആരാ? ഗോൾഡ്സ്റ്റീൻ ആണ്. ഒരാറ്റത്തിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഗോൾഡ്സ്റ്റീൻ ആണ്. ഇനി അതിന് പ്രോട്ടോൺ എന്ന പേര് നൽകിയത് ആരാ? റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ എന്ന പേര് നൽകിയത് റൂദർഫോർഡ് ആണ്. ഇനി ഒരു ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് തന്നെയാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയർ മോഡൽ ആവിഷ്കരിച്ചത് ആരാ? റൂദർഫോർഡ്. അപ്പം ഒരാറ്റത്തിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഗോൾഡ്സ്റ്റീൻ, ഈഗൻ ഗോൾഡ്സ്റ്റീൻ. ഇനി അതിന് പ്രോട്ടോൺ എന്ന പേര് നൽകിയത് റൂദർഫോർഡ്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ്. ആറ്റത്തിന്റെ ന്യൂക്ലിയർ മോഡൽ ആവിഷ്കരിച്ചത് റൂദർഫോർഡ്. അപ്പൊ ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിലാണ് പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത്. അപ്പൊ പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത് ന്യൂക്ലിയസിലായതുകൊണ്ട് നമ്മൾ പ്രോട്ടോണേയും ന്യൂട്രോണേയും കൂടെ ചേർത്ത് ഒരു പേര് വിളിക്കും, ന്യൂക്ലിയോണുകൾ. പ്രോട്ടോണേയും ന്യൂട്രോണേയും ചേർത്ത് ഒരു പേര് വിളിക്കും, ന്യൂക്ലിയോണുകൾ. ഓർക്കണം, ന്യൂക്ലിയോണുകളുടെ തുക അല്ലെങ്കിൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും തുക ആണ് മാസ് നമ്പർ. കാരണം പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും തുകയാണ് മാസ് നമ്പർ. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിൽ കാണപ്പെടുന്നവരെ ന്യൂക്ലിയോണുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയോണുകളുടെ തുകയാണ് മാസ് നമ്പർ. ഇനി ഇവിടെ എന്താ കാണേണ്ടത്? ന്യൂട്രോൺ എണ്ണം. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ന്യൂട്രോൺ എണ്ണം കാണുന്നത്? യെസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോൺ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പറായി മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് എ. അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ഇസഡ്. അപ്പൊ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഇവിടെ തന്നെ നിങ്ങൾ നോക്ക്, 26. ഇടത് സൈഡില് നമ്മൾ ഏറ്റവും താഴെയാണ് അറ്റോമിക സംഖ്യ എഴുതുന്നത്. കേട്ടല്ലോ, ഇടത് സൈഡില് ഏറ്റവും താഴെയാണ് നമ്മൾ അറ്റോമിക സംഖ്യ എഴുതുന്നത്. ഇനി ഇടത് സൈഡിൽ ഏറ്റവും മുകളിലാണ് നമ്മൾ മാസ് നമ്പർ എഴുതുന്നത്. അപ്പൊ അറ്റോമിക് നമ്പർ അറ്റത്ത് താഴെ, മാസ് നമ്പർ മുകളിൽ. ഇനി എങ്ങനെ ന്യൂട്രോൺ എണ്ണം കാണുമെന്ന് ഞാൻ പറഞ്ഞ, മാസ് നമ്പറിൽ നിന്ന് എന്ത് കുറയ്ക്കണം? അറ്റോമിക് നമ്പർ കുറയ്ക്കണം. മാസ് നമ്പർ 56, അറ്റോമിക് നമ്പർ 26. സോ 56 മൈനസ് 26, ആൻസർ വാസ് 30. 30 ഈസി ക്വസ്റ്റ്യൻ, ഈസിയാണ്. അടുത്ത ചോദ്യം, വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം, അതായത് വൈദ്യുത ചാലകതയും താപചാലകതയും ഏറ്റവും കൂടിയ ലോഹം ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. വൈദ്യുത ചാലകതയും താപചാലകതയും ഏറ്റവും കൂടിയ ലോഹം അത് വെള്ളിയാണ്. മറക്കല്ലേ, വൈദ്യുത ചാലകതയും താപചാലകതയും ഏറ്റവും കൂടിയ ലോഹം അത് വെള്ളിയാണ്. ഇനി ഏതാനും ലായനികളുടെ pH മൂല്യം താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ആസിഡ് ലായനി അല്ലാത്തവയുടെ pH മൂല്യങ്ങൾ ഏതൊക്കെയായിരിക്കും? നിങ്ങൾ അറിയേണ്ട ഫാക്റ്റാണ്. pH ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്റ്റാണ്, കേട്ടല്ലോ. അപ്പൊ pHന്റെ വാല്യൂ 7 കൂടുതലാണെങ്കിൽ അത് ബേസ് ആയിരിക്കും, ആൽക്കലി അല്ലെങ്കിൽ ബേസ് ആയിരിക്കും. pHന്റെ വാല്യൂ 7 കുറവാണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും. pHന്റെ വാല്യൂ 7 ആണെങ്കിൽ ന്യൂട്രൽ ആണ്. അപ്പൊ ചോദ്യം എന്താ? ആസിഡ് ലായനി അല്ലാത്തവ എന്നുവെച്ചാൽ ആസിഡ് ആണെങ്കിൽ 7 കുറവാ. അപ്പൊ ആസിഡ് ലായനി അല്ലാത്തവ എന്ന് പറയുമ്പോൾ pHന്റെ വാല്യൂ 7 കൂടുതലുള്ളവർ. pHന്റെ വാല്യൂ 7 കൂടുതലുള്ള ഒന്ന് ദാ കിടക്കുന്നത് 2, 4. 2ഉം 4ഉം. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മറക്കല്ലേ, ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്ന ആരെയാണ്? അപ്പൊ രാജകീയ ദ്രാവകം എന്ന് നമുക്കറിയാം,
ലോഹങ്ങളുടെ രാജാവാണ് ഏത്? സ്വർണം. ലോഹങ്ങളുടെ രാജാവാണ് സ്വർണം. ആ സ്വർണത്തെ ലയിപ്പിക്കുന്ന ദ്രാവകമാണ് ഏത്? അക്വാ റീജിയ. സ്വർണത്തെ ലയിപ്പിക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞ അക്വാ റീജിയ. അപ്പൊ ഈ അക്വാ റീജിയയാണ് നമ്മൾ രാജകീയ ദ്രാവകമെന്നോ രാജദ്രാവകമെന്നോ അറിയപ്പെടുന്നത്. അപ്പൊ ലോഹങ്ങളുടെ രാജാവാണ് സ്വർണം. ആ സ്വർണത്തെ ലയിപ്പിക്കുന്നതാണ് അക്വാ റീജിയ. അതുകൊണ്ടാണ് അക്വാ റീജിയ രാജദ്രാവകം എന്നറിയപ്പെടുന്നത്. രാജകീയ ദ്രാവകം എന്നൊക്കെ അറിയപ്പെടും. അതിൻ്റെ കോമ്പോസിഷൻ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള റേഷ്യോ 1:3 ആണ്. നൈട്രിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുലയാണ് HNO3 ഈസ്റ്റോ. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുലയാണ് HCl. ഇത് തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ 1:3 ആണ്. സ്വർണം, പ്ലാറ്റിനം എന്നീ ലോഹങ്ങളെ ലയിപ്പിക്കുവാൻ അക്വാ റീജിയയ്ക്ക് സാധിക്കട്ടെ. സ്വർണം, പ്ലാറ്റിനം എന്നീ ലോഹങ്ങളെയൊക്കെ. ഓക്കെ, ഇവർ ആസിഡിൽ ലയിക്കത്തില്ല. ഈ സ്വർണം, പ്ലാറ്റിനം ഒന്നും ആസിഡിൽ ലയിക്കത്തില്ല. അതുകൊണ്ട് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഒരു പ്രത്യേക റേഷ്യോയിൽ മിക്സ് ചെയ്തുണ്ടാക്കുന്നതാണ് അക്വാ റീജിയ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രഫീൻ എന്താണ്? നമ്മൾ കുറച്ചു മുന്നേ പഠിച്ചാണ്. കാർബണിന്റെ ഒരു ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ആണ് ഗ്രഫീൻ. ഓക്കെ, യെസ്. താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നമ്മൾ പഠിക്കുന്നതാണ്. സിങ്കിന്റെ പ്രധാനപ്പെട്ട 2 അയിരാണ്. ഒന്ന് സിങ്ക് ബ്ലെൻഡ്, രണ്ടാമത്തതാണ് കലാമിൻ. കുറേ തവണ ചോദ്യം വന്നയാ. ഇതിൽ സിങ്ക് ബ്ലെൻഡിന്റെ കെമിക്കൽ ഫോർമുലയാണ് ZnS. കലാമിന്റെ കെമിക്കൽ ഫോർമുലയാണ് ZnCO3. ശ്രദ്ധിക്കുക, സിങ്ക് ബ്ലെൻഡിന്റെ ഫോർമുല എന്താ? ZnS. Zn എന്ന് പറഞ്ഞാൽ ആരാണ്? സിങ്ക്. S എന്ന് പറഞ്ഞാൽ ആരാണ്? സൾഫൈഡ്. അപ്പൊ സിങ്ക് ബ്ലെൻഡായ ZnS എന്ന് പറഞ്ഞാൽ സിങ്ക്, S എന്ന് പറഞ്ഞാൽ സൾഫൈഡ്. അപ്പൊ സിങ്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാന്ന് പറയാം? സിങ്ക് സൾഫൈഡ്. സിങ്ക് ബ്ലെൻഡിന്റെ കെമിക്കൽ ഫോർമുലയാണ് ZnS, അതായത് സിങ്ക് സൾഫൈഡ്. കലാമിന്റെ കെമിക്കൽ ഫോർമുല നോക്കി. കലാമിന്റെ കെമിക്കൽ ഫോർമുല ZnCO3 എന്നതാണ്. സോ കലാമിന്റെ കെമിക്കൽ ഫോർമുല ZnCO3. Zn എന്ന് പറഞ്ഞാൽ സിങ്ക്, CO3 എന്ന് പറഞ്ഞാൽ കാർബണേറ്റ്. അപ്പൊ ZnCO3 എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? സിങ്ക് കാർബണേറ്റ്. മറക്കല്ലേ, ZnCO3 എന്ന് പറഞ്ഞാൽ സിങ്ക് കാർബണേറ്റ് ആണ്. ആ ചോദ്യത്തിന് ഉത്തരം മനസ്സിലായി. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ വാതകം ഏതാണ്? ഓസോൺ പാളിയുടെ വിള്ളല് അല്ലെങ്കിൽ ശോഷണത്തിന് കാരണമായ വാതകം ഓപ്ഷൻസ് ഡി, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ പാളിയുടെ ശോഷണത്തിന് ഡിപ്ലക്ഷൻ ഓഫ് ഓസോൺ ലെയർ. ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓസോണിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ഉടമ്പടി ഉണ്ടല്ലോ, അതേതാ? ഓസോൺ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഉടമ്പടി ഏതാ? മോൺട്രിയൽ ഉടമ്പടി. 1987 നിലവിൽ വന്ന മോൺട്രിയൽ ഉടമ്പടിയാണ് ഓസോൺ പാളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഉടമ്പടി. ഓസോൺ പാളി അന്തരീക്ഷത്തിലെ ഏത് ലെയറിലാ? യെസ്, സ്ട്രാറ്റോസ്ഫിയർ. ഏതിലാ? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി. എന്നാണ് ഓസോൺ സംരക്ഷണ ദിനം? എന്നാണ് ഓസോൺ സംരക്ഷണ ദിനം? സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ആണ്. എന്നാണ് നാളികേര ദിനം? സെപ്റ്റംബർ 2. എന്നാണ് നാളികേര ദിനം? സെപ്റ്റംബർ 2 ആണ്. എന്നാണ് ലോകാരോഗ്യ ദിനം? ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7-നാണ്. മറക്കല്ലേ, ഏപ്രിൽ 7-നാണ് ലോകാരോഗ്യ ദിനം. മറന്നുപോവല്ലേ. അൽഷിമേഴ്സ് ദിനം എന്ന പ്രിയപ്പെട്ടവരെ ഏപ്രിൽ 14. അൽഷിമേഴ്സ് ദിനം ഏപ്രിൽ 14 മറന്നുപോകത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ടെലിവിഷൻ ദിനം എന്ന ലോക ടെലിവിഷൻ ദിനം നവംബർ 21. ലോക ടെലിവിഷൻ ദിനം നവംബർ 21. നവംബർ 22 പ്രത്യേകത എന്താ? നവംബർ 22 പ്രത്യേകത എന്താ? ഒന്നുമില്ല, എൻ്റെ ബർത്ത്ഡേ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകളിൽ ഏതിനാണ് കാന്തിക ക്ഷേത്രത്തിന്റെ അഭാവത്തിൽ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ക്വാണ്ടം സംഖ്യയുടെ അഭാവത്തിൽ ഇതില്ല. അത് മാറ്റാൻ ക്വസ്റ്റ്യൻ ഇട്ട ആൾ തന്നെ പറഞ്ഞു.
മാഗ്നറ്റിക് ക്വാണ്ടം സംഖ്യയുടെ അഭാവത്തിൽ, ക്വാണ്ടം നമ്പറൊക്കെ വളരെ വൃത്തിയായിട്ട് നമ്മൾ ക്ലാസ്സിൽ എടുത്തു തന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അഭാവത്തിൽ ഒരേ ഊർജം ഉണ്ടായിരിക്കുക ഇതിൽ ഏതിനൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ഇപ്പൊ ഇത്രയൊന്ന് കേക്ക്. നിങ്ങൾക്ക് ക്വാണ്ടം സംഖ്യ അറിയത്തില്ലെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യും, ഞാൻ ക്വാണ്ടം സംഖ്യയുടെ ഒരു ക്ലാസ് തരാം. ഓക്കെ, യെസ്, ഇതാ നോക്കണേ, നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്തേര്. സോ ആ ടെലിഗ്രാം ചാനലിൽ അതിൻ്റെയൊക്കെ ക്ലാസ് ചെയ്യുമ്പോൾ ഞാൻ ലിങ്ക് അതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ ടെലിഗ്രാം ചാനൽ, കെം കാറ്റലിസ്റ്റ് ബ്രാക്കറ്റിൽ ഉണ്ണി എന്ന് അടിച്ചു കൊടുത്താൽ എൻ്റെ ടെലിഗ്രാം ചാനൽ വരും. സോ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. ഇങ്ങനത്തെയൊക്കെ ക്ലാസ്സുകളും ഇതേപോലുള്ള യൂട്യൂബ് ക്ലാസ്സിൻ്റെ നോട്ടും ഞാൻ അവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ കേൾക്കണേ, ഇതിൽ ഏതിനാണ് ഒരേ ഊർജം നോക്ക. സോ n ഈസ് ഈക്വൽ ടു 3, L ഈസ് ഈക്വൽ ടു 2, അതായത് 3d ഓർബിറ്റൽ. അടുത്തതാണ് n ഈസ് ഈക്വൽ ടു 3, L ഈസ് ഈക്വൽ ടു 2, 3d ഓർബിറ്റൽ. ഇങ്ങനെ ഒരേപോലെ വരുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ ആരും ഇല്ല. സോ ഇവിടെ ആൻസർ ഒരേ ഊർജം വരുന്ന ഓർബിറ്റലുകൾ ഏതൊക്കെയാ? 2ഉം 4ഉം. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. കേട്ടല്ലോ, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. താഴെ പറയുന്നതിൽ യഥാർത്ഥ ലായനി ഏതാണ്? അതും നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ, ഇങ്ങനെ നിങ്ങളെ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ച. അപ്പം കണികളുടെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ ലായനി ഏതാണെന്നാണ് പറയാമോ? യഥാർത്ഥ ലായനി, യെസ്, സോഡിയം അമാൽഗം. മറന്നു പോകരുത്, സോഡിയം അമാൽഗമാണ്. പാല് കൊളോയിഡ, ചെളിവെള്ളം സസ്പെൻഷനാണ്, മഡി വാട്ടർ സസ്പെൻഷനാണ്. കേട്ടല്ലോ, കഞ്ഞിവെള്ളവും കൊളോയിഡാണ്. പാലും കഞ്ഞിവെള്ളവും കൊളോയിഡാണ്. ചെളിവെള്ളം എന്താണ്? അത് സസ്പെൻഷനാണ്. ചെളിവെള്ളം സസ്പെൻഷനാണ്. സോഡിയം അമാൽഗമാണ് യഥാർത്ഥ ലായനി. കേട്ടോ, സോഡിയം അമാൽഗമാണ് യഥാർത്ഥ ലായനി. ലോഹസ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? അതായത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ദാ കിടക്കുന്നു. ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്തു. അതെന്താണെന്ന് നിങ്ങളെ ഞാൻ രാസപ്രവർത്തനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിപ്പിക്കാം. കേട്ടോ, ഓക്കെ, ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. സോ നമ്മുടെ ഇത്രയും കണ്ടന്റുകൾ ഇന്നത്തെ ക്ലാസ്സിൽ നിൽക്കട്ടെ. ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ ഞാൻ പാർട്ട് 2 ആയിട്ട് വരും. ഉറപ്പായിട്ട് നിങ്ങൾ അതുകൂടെ കാണണം. ഏകദേശം 100-ലധികം ചോദ്യങ്ങളുണ്ട്. ഇത് പാർട്ട് 1 ആണ്. ഇനി ഇതിൻ്റെ പാർട്ട് 2 ഉണ്ട്. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഡിസ്കസ് ചെയ്യാം. സോ ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ഉറപ്പായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുതന്നെയാണ് അടുത്ത ക്ലാസ് ചെയ്യാനുള്ള ഞങ്ങളുടെ എനർജിയും. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വാസത്തോടു കൂടി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക്